ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഫോണും വാട്സപ്പും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ഹാക്ക് ചെയ്ത് പോകാറുണ്ട്. അതേപോലെ നമ്മുടെ പേഴ്സണൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഹാക്ക് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഫോണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഗൂഗിൾ തന്നെ ഒരു 4 പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണുകളിൽ അത് കറക്റ്റായിട്ട് ഓൺ ചെയ്ത് വയ്ക്കുക. നമ്മുടെ പേഴ്സണൽ ഡേറ്റാസും അതേപോലെ തന്നെ ബാങ്ക് ട്രാൻസാക്ഷനും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് താഴെയായിട്ട് ഗൂഗിൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഗൂഗിൾ. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മൾ കുറച്ച് താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പേഴ്സണൽ ആൻഡ് ഡിവൈസ് സേഫ്റ്റി. ഇതിനകത്തൊരു 4 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യത്തേത് ഫൈൻഡ് ഹബ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. അതിൽ ആ ഫൈൻഡ് ഹബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. ഇവിടെ സ്ക്രീൻ ലോക്ക് ആയതുകൊണ്ടാണ് ബ്ലാങ്ക് സ്ക്രീൻ കാണുന്നത്. സ്ക്രീൻ ലോക്ക് ഓൺ ചെയ്ത് കൊടുത്ത് അത് ഓൺ ചെയ്യുക. ഓൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ നിലവിലിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഏതാണോ അതിൻ്റെ അകത്തും ഉണ്ടോ ഇതേപോലെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേൺ ഓൺ കൊടുത്ത് വീണ്ടും നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ഡീറ്റെയിൽസും എന്നുവെച്ചാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ഫോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ ഉണ്ടാവും ഗൂഗിൾ പിക്സൽ 4XL എൻ്റെ ഫോണാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്തുള്ള പാറ്റേണും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പാറ്റേൺ ഇതേപോലെ എൻ്റർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഫൈൻഡ് ഹബ്ബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആവും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇത്. ആദ്യം നിങ്ങൾ ഈ ഓപ്ഷൻ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്യുക. അബദ്ധത്തിലെങ്ങാണ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു സെറ്റിങ്സ് നമ്മളെ വളരെയേറെ സഹായിക്കുന്നതായിരിക്കും. ജസ്റ്റ് ബാഗ് അടിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ കാണാൻ കഴിയും, സെൻസിറ്റീവ് കണ്ടൻറ്റ് വാണിംഗ്. ഇതുകൂടെ നിങ്ങളൊന്ന് ഓൺ ചെയ്യുക. നിങ്ങളുടെ ഫോൺ കുട്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അഡൾട്ട് കണ്ടൻറ്റുകൾ ഫോണിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലർ ചെയ്യുന്ന ഒരു സെറ്റിങ്സാണ്. അപ്പം നിർബന്ധമായിട്ട് ഈ സെറ്റിങ്സ് ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തത് സെൻസിറ്റീവ് കണ്ടൻറ്റ് വാണിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഏതെങ്കിലും അഡൾട്ട് കണ്ടൻറ്റുകൾ ഫോണിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് ബ്ലറാക്കി കളയുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് നമുക്ക് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തെഫ്റ്റ് പ്രൊട്ടക്ഷൻ. നമ്മുടെ ഫോൺ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന 2 സെറ്റിങ്സ് ഇതിൻ്റെ അകത്ത് കാണും. ഈ തെഫ്റ്റ് പ്രൊട്ടക്ഷൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് തെഫ്റ്റ് പ്രൊട്ടക്ഷൻ ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഫോൺ ആരെങ്കിലും അടിച്ചു മാറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് അതൊന്നും ഫോർമാറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് തൊട്ടതായിട്ട് ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നിർബന്ധമായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ആദ്യം അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോൺ ഫ്ലൈറ്റ് മോഡിൽ ഇടുകയോ ഓഫാക്കുകയോ ചെയ്യും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ, ഈ ഓഫ്ലൈൻ ഡിവൈസ് ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതേപോലെ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനായാലും അല്ലെങ്കിൽ ഓഫ്ലൈനിലായാലും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ 2 ഓപ്ഷനും തെഫ്റ്റ് പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഈ 2 ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും താഴെയായിട്ട് ഇതുണ്ടോ അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ സെറ്റിങ്സ് കൂടെ ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആക്ടിവിറ്റീസ്, നിങ്ങൾ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആരെങ്കിലും ട്രാക്ക് ചെയ്താലോ, നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റാസ് ആരെങ്കിലും ലീക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ലീക്ക് ചെയ്ത് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ തരുന്നൊരു സെറ്റിങ്സാണ് അൺനോൺ ട്രാക്കേഴ്സ് അലർട്ട്. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ താഴെ ഇവിടെ ഒരു സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങളുടെ ഫോണിൽ ഈ സ്കാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്റ്റീവ് അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ അകത്ത് ബ്ലൂടൂത്തും ലൊക്കേഷനും ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്കാൻ ആക്റ്റീവ് ആവും. എന്നിട്ട് അതിലൊന്ന് സ്കാൻ ചെയ്യുക. ഇതേപോലെ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷനോ ഹാക്കിംഗ് ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിലോ നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ ഇതിങ്ങനെ സ്കാൻ ചെയ്യുന്നതായിരിക്കും. സ്കാൻ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ, നമ്മുടെ ഫോൺ ഹാക്ക്ഡ് ആണെങ്കിൽ ഇവിടെ ഇതേപോലെ റെഡ് വന്നിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ഓൺ ചെയ്തിട്ട് സ്കാൻ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഓൺ ചെയ്യുക, ഈ സെറ്റിങ്സുകളിൽ മാറ്റം വരുത്തി വയ്ക്കുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ആരും ഹാക്ക് ചെയ്യില്ല, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡേറ്റാസ് ലീക്കാകില്ല, നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻസോ മറ്റു കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല.